നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അർച്ചനയുടെ ഉപദേഷ്ടാവ്, അതിനപ്പുറം ഒരു പട്ടവും സന്ധ്യക്ക് നീ ചാർത്തി കൊടുക്കണ്ട. സന്ധ്യ പറയുന്നതൊക്കെ കേട്ട് അവസാനം കുഴി ചാടാനാ അർച്ചനയ്ക്ക് യോഗം. മനസ്സിലായോ നിനക്ക്? എനിക്ക് മനസ്സിലായി. നീ ഇപ്പൊ പറഞ്ഞത് എന്താന്ന് ഇവൾക്ക് മനസ്സിലായില്ല. പക്ഷേ എനിക്ക് മനസ്സിലായിന്ന്. എനിക്ക് മനസ്സിലായത് എന്താന്ന് ഞാൻ പറഞ്ഞു തരാം. നിനക്കിപ്പോഴും തലയ്ക്ക് വെളിവ് വന്നിട്ടില്ല. അല്ലെങ്കിൽ ഇങ്ങനൊരു മണ്ടത്തരം നീ നിന്റെ അനിയത്തിയോട് പറയോ? അർച്ചന കുഴിയില് വീഴുമെന്നൊക്കെ. അർച്ചന ഇപ്പൊ പോകുന്ന റൂട്ട് വളരെ കറക്റ്റ്. പെട്ടെന്ന് വീഴാൻ പാകത്തിന് ഒരു കുഴിയും ഇല്ല. അതിന് അർച്ചനയ്ക്കൊരു ഉപദേഷ്ടാവിന്റെ ആവശ്യവും ഇല്ല. നീ നേരത്തെ പറയുന്നത് കേട്ടു, ഞാനും നീയും പരസ്പരം തോളിൽ കൈയിട്ട് കൂട്ടുകാരിയായി നടന്നതിനെ പറ്റിയൊക്കെ. നിനക്കതൊക്കെ ഇപ്പോഴും ഓർമ്മയുള്ളതുകൊണ്ട് ആ പഴയ കൂട്ടുകാരിയായി നിന്ന് ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നിന്നെ അർച്ചന പൂട്ടു അവധിക്ക്. ഇനി അങ്ങോട്ട് നിന്റെ കഷ്ടകാലം ആരംഭിക്കാൻ പോവാ. നീ ഇങ്ങനെ എന്നെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാന്ന് കരുതിയാണോ? എങ്കിൽ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല. നിന്നെ കൊണ്ടും അർച്ചനെ കൊണ്ടും എന്തൊക്കെ സാധിക്കുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ എനിക്കൊരു കഷ്ടകാലം വന്ന അത് ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുമിച്ചുള്ള കഷ്ടകാലമായിരിക്കും. എന്നെ പുറത്താക്കാനുള്ളതൊന്നും അർച്ചനയുടെ കയ്യിലില്ല സന്ധ്യ. നീ ഇനി എങ്ങനെയൊക്കെ അവൾക്ക് തന്ത്രം ഓതി കൊടുത്താലും എന്റെ മുന്നിൽ വന്ന് നിന്ന മുട്ടിടിക്കും അവളുടെ. നീ ഇപ്പൊ വന്ന കാര്യം എന്താന്ന് എനിക്കറിയില്ല. സേതുമാധവന്റെ അടുത്ത് അർച്ചനയുടെ നിരപരാധിത്വത്തെ പറ്റി പറയാനാണെങ്കിൽ അത് പറഞ്ഞിട്ട് വേഗം വീട് പിടിക്കാൻ നോക്ക്. ഇവിടുന്ന് ഇറങ്ങിപ്പോവാനാ ഞാൻ പറഞ്ഞതിന്റെ മറ്റൊരർത്ഥം. അങ്ങനെ പോകുന്നില്ലെങ്കിലും എനിക്ക് പറയാനുള്ളതൊക്കെ നിന്റെ മോത നോക്കി പറഞ്ഞിട്ടേ സന്ധ്യ ഇവിടുന്ന് പോവും. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് അർച്ചനയുടെ കാര്യം. ഇനി ഞാൻ എന്റെ ഒരു കാര്യം കൂടി പറയാം. എന്റെ ഇക്കയുടെ മരണത്തിന്റെ അന്വേഷണം പകുതി വഴിയിൽ നിൽക്കുകയാണിപ്പോ. ഇക്കയുടെ മരണം ഒരു സാധാരണ ആക്സിഡന്റ് അല്ലെന്നും ആരും മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്തതാണെന്നും അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോടൊരു സംശയം പറഞ്ഞു. ആ സംശയം ശരിവയ്ക്കുന്ന അന്നു മുതൽ ഇതിന് പിന്നിൽ ആരാണെന്ന് ഞാൻ മുന്നിട്ടിറങ്ങി അന്വേഷിക്കും. ആ അന്വേഷണം വന്നു നിൽക്കുന്നത് ഇതുപോലെ ഞാനും നീ മുഖാമുഖമാണെങ്കിൽ ഒരിക്കൽ കൂടി നിന്റെ തോളിൽ ഞാൻ കൈവയ്ക്കും. അത് പഴയ കൂട്ടുകാരിയായല്ല, എന്നെ വിധവയാക്കിയ കാരണക്കാരിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ വേണ്ടിയായിരിക്കും. ഞാനിത് പറയുമ്പോഴുള്ള നിന്റെ ഈ ഭാവമാറ്റത്തിന് ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥം ഉണ്ടെങ്കിൽ നിന്റെ കാര്യം പോക്ക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.